പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം, ലാഭം നേടാം എന്ന് ഉള്ള വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അവകാശവാദികളും ബൈബാക്കും ഒക്കെ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഡിവിഡൻറ്റ് കിട്ടുന്ന ഓഹരികൾ, ലാഭവിഹിതം കിട്ടുന്ന ഓഹരികളുടെ ആർടെക് സിസ്റ്റമാണ്. 83 രൂപ വിലയാണ്. ഡിവിഡൻറ്റ് 1 രൂപയുണ്ട്. 25 സെപ്റ്റംബർ കൈവശം ഉണ്ടെങ്കിൽ, ഈ ഷെയർ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻറ്റ് കിട്ടും. പിന്നെ ആൻഡ് ഇൻഫ്ര 1729 രൂപയാണ്. ഡിവിഡൻറ്റ് 1.50 23 സെപ്റ്റംബറിൽ ഈ ഓഹരി കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻറ്റ് കിട്ടുന്നതാണ്. ടൈറ്റാൻ ബയോടെക് 656 രൂപ വിലയാണ്. ഡിവിഡൻറ്റ് 2 രൂപയുണ്ട്. 23 ഒക്ടോബറാണ്. ജൂപ്പിറ്റർ വാഗൺ 534 രൂപ വിലയാണ്. 1 രൂപ ഡിവിഡൻറ്റ് ഉണ്ട്. 7 ഒക്ടോബറിൽ കിട്ടും. ബജാജ് ഹൗസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ബജാജ് ഗ്രൂപ്പിൻ്റെയാണ്. 11,161 രൂപ വിലയാണ്. ഡിവിഡൻറ്റ് 65 രൂപയുണ്ട്. 25 സെപ്റ്റംബറാണ് അതിൻ്റെ വില. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ 2000 അടുത്ത വില ഉണ്ട്. അത് 23 സെപ്റ്റംബറാണ് ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിവിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നതാണ്. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, അത് ബജാജിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അവർ 12,391 രൂപ വിലയായിരുന്നു. അത് നമ്മൾ കൈവശം ഉണ്ടെങ്കിൽ 110 രൂപ ഡിവിഡൻറ്റ് കിട്ടും. 25 സെപ്റ്റംബറാണ് അതിൻ്റെ റെക്കോർഡ് തീയതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബോണസ് സോളക്സ് എനർജി 1333 രൂപ വിലയാണ്. ബോണസ് 1:4 ആണ്. റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. സ്റ്റാർലൈൻ എൻ്റർപ്രൈസ് 83 രൂപ വിലയാണ്. ബോണസ് 1:5 ആണ്. സ്പ്ലിറ്റ് ഉണ്ട് 1:5. 25 സെപ്റ്റംബറാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. NBCC 175 രൂപയാണ്. ബോണസ് 1:2 ആണ്. 7 ഒക്ടോബറാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. പവർ മർച്ചൻ്റ് ഇൻഡസ്ട്രി 654 രൂപയാണ്. ബോണസ് 1:1 ആണ്. 8 ഒക്ടോബറാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. JFL ലൈഫ് സയൻസ് 66 രൂപ വിലയാണ്. ബോണസിന് 2:1 ആണ്. റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. NDR ഓട്ടോ 1719 രൂപയാണ്. ബോണസ് റേറ്റ് 1:5 ആണ്. 25 സെപ്റ്റംബറാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റാണ് വരുന്നത്. പൾസർ ഇൻ്റർനാഷണൽ 16 രൂപ വിലയാണ്. 1:1 ആണ് ഡേറ്റ് വരുന്നുള്ളൂ. രവി ഇന്ത്യ 23 രൂപ വിലയാണ്. ബോണസ് 3:1 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ സ്പ്ലിറ്റുള്ള ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രി സ്പ്ലിറ്റ് 1:10 ആണ്. ഒക്ടോബർ 7 ആണ് അതിൻ്റെ ഡേറ്റ്. ജോഷ് എനർജി സ്പ്ലിറ്റ് 1:2 ആണ്. അതിന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. PSL എൻ്റർപ്രൈസ് 772 രൂപ വിലയായിരുന്നു. 1:5 ആണ്. അത് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സാങ് മൂവേഴ്സ് 807 രൂപ വിലയാണ്. 1:2 ആണ്. 27 സെപ്റ്റംബറാണ്. എഗ് 2227 രൂപ വിലയാണ്. സ്പ്ലിറ്റാണ് 1:5 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഡോക്ടർ റെഡ്ഡീസ് ലാബ് 6581 രൂപ വിലയായിരുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:5 ആണ് വരുന്നതേ ഉള്ളൂ. റെക്കോർഡ് ഡേറ്റ്. പിന്നെ അഗർവാൾ ഇൻഡസ്ട്രി ഉള്ളത് 1129 രൂപയാണ്. സ്പ്ലിറ്റാണ് 1:5 ആണ്. 25 ആണ്. പിന്നെ ടാർഗറ്റ് ഇട്ട് വാങ്ങിയിട്ട് വയ്ക്കുന്നത്. വേദാന്ത 450 വാങ്ങി 510 നമുക്ക് വയ്ക്കാം. അല്ലെങ്കിൽ 540 വരെ കാത്തിരുന്ന് കഴിഞ്ഞ് സെക്കൻഡ് ടാർഗറ്റായിട്ട് കണക്കാക്കി വയ്ക്കാം. ഇന്ത്യൻ ഓയിൽ 356 എടുത്തിട്ട് 410 ടാർഗറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ്. അശോക് ലീലാൻഡ് 221 എടുത്തിട്ട് ടാർഗറ്റ് 278 വിൽക്കാവുന്നതാണ്. RVNL 416 എടുത്തിട്ട് 465 510 നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇനി പറയുന്നത്, നമ്മൾ ഏതെല്ലാം ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന കമ്പനികളുടെ മേഖലകളാണ്. ഇത് നമ്മൾ കുതിപ്പുണ്ടാകുന്ന മേഖലകൾ. പലപ്പോഴും നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കുക, ഇനിയിപ്പം പ്രതിരോധ മേഖലയ്ക്കാണ് ഇനിയിപ്പം സാധ്യതയുള്ളത്, കുതിപ്പാണ് എന്നും പറഞ്ഞാൽ പെട്ടെന്ന് ആ ഷെയറിൻ്റെ അങ്ങ് കൂടും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓവർ വാല്യൂ എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് എത്തും. അതിൻ്റെ മൂലധനത്തിൻ്റെക്കാട്ടിലും അതിന് വരാവുന്ന വിലയെക്കാട്ടിലും കൂടുതൽ വില എത്തുകയാണ്. അന്നേരം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും, ഇനിയും കുതിക്കുമെന്ന് പറഞ്ഞ്. പെട്ടെന്ന് അത് എന്ത് ചെയ്യണം, അവർ അതിന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പുകൾ ഒക്കെ ഇത്തരം ഓഹരികൾ കുതിപ്പുണ്ടാകുന്നവർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓവർ വാല്യൂ ആയിക്കഴിഞ്ഞു, ഒരു വിലയിൽ നിശ്ചിത ഒരു വരാവുന്ന ഒരു വിലയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർ ബൈ അങ്ങ് നിർത്തും, നിർത്തി കഴിഞ്ഞ് കഴിയുമ്പം വില ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞ് വരികയും ചെയ്യും. പിന്നെ ചിലത് അത് മനഃപൂർവ്വം
ബ്രോക്കർമാർ ആരെങ്കിലുമൊക്കെ തിരുന്ന് വിലയും കൂട്ടി കൊണ്ട് ചില പിന്നെ സ്റ്റോക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. നമ്മളത് കുതിപ്പ് കണ്ടുകൊണ്ട് ചെന്ന് മേടിക്കും. അത് കഴിയുമ്പോൾ ഒരു ലെവലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് വില ഇടിഞ്ഞ് കുത്തനെ അങ്ങ് ഇടിഞ്ഞ് താഴോട്ട് വരും. താഴോട്ട് ലെവലിൽ ഇവർ ഉദ്ദേശിക്കുന്ന വിലയാകുമ്പോൾ അവരുടെ കയ്യിലുള്ളത് വിറ്റ് മാറും. അത് കഴിയുമ്പോൾ കുത്തനെ ഇടിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും താഴ്ന്നു വന്ന് കഴിയുമ്പോൾ അവർ പിന്നെ തിരിച്ചത് വാങ്ങിച്ച് ഇടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് നിക്ഷേപകർ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം കുതിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എല്ലാ മേഖലകളിലും നമ്മൾ കുറേശ്ശെ ഷെയറുകൾ 10 20 ഇല്ല 10 15 ഇപ്പം 1 ലക്ഷം രൂപയുടെ ഷെയർ 20 എടുക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വരും. അങ്ങനെയുള്ളതൊക്കെ 1 2 ഒക്കെ ആയിട്ട് കുറയ്ക്കുക. അല്ലെങ്കിൽ അത് സ്പ്ലിറ്റ് വരുമ്പോഴോ ബോണസ് വരുമ്പോഴോ ഒക്കെ വില കുറേ താഴെ വന്നേരം നമ്മൾ എടുത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വില കൂടുമ്പോൾ വിൽക്കാൻ പറ്റും. എല്ലാ മേഖലകളും അതിപ്പം ബാങ്കിങ് ആകട്ടെ, വസ്ത്രമേഖല ആകട്ടെ, ആഗ്രോ മേഖലയാകട്ടെ, റിയൽ എസ്റ്റേറ്റോ IT മേഖല, ഏത് മേഖലയിലാണെങ്കിലും ആ ഒരു കുറേശ്ശെ ഷെയർ നമ്മൾ എല്ലാ നല്ല കമ്പനികളുടേതും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള കുതിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇടുകയില്ല. ഇടുന്ന പെട്ടെന്നുള്ള സംഭവവാസങ്ങൾ കൊണ്ടിടിയാം. അല്ലെങ്കിൽ ഓരോ മേഖലകളിലും താഴോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു മേഖല മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വൻ നഷ്ടമായിട്ട് നമുക്ക് വരും. പിന്നെ വിൽക്കാൻ കാത്തിരിക്കേണ്ടി വരും. എല്ലാ മേഖലയിലും കുറേശ്ശെ ഷെയർ നമ്മൾ എടുത്തിട്ട് എന്നുള്ളതാണ് ഇപ്പം പറയാനുള്ളത്. നിങ്ങൾക്ക് നമസ്കാരം.